പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും പ്രഭാത ചിന്ത പങ്കിടുവാൻ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കപ്പെട്ട ഈ മനോഹര സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹീത പ്രമേയമുണ്ട്. ആ പ്രമേയത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് നീതിയും അനീതിയും എന്നുള്ള ഒരു ഹെഡിങ്ങാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുവാൻ കാരണം, ഞാൻ ഇന്ന് ഈ റോമാലേഖനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരാശയമാണ്. അത് റോമാലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രണ്ട് പദങ്ങൾ: ഒന്ന് നീതി, രണ്ട് അനീതി. ഇവിടെ നീതി എന്താണ്, അനീതി എന്താണ്? അപ്പം നീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ മുൻപേ നമ്മൾ അനീതിയുടെ 1-2 ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എഫേസ്യ ലേഖനം 5:6 നാം വായിക്കുന്നത് വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്നാണ്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നീതിയല്ലാത്ത ഒന്നാണ് വ്യർത്ഥ വാക്കുകൾ എന്ന് പറയുന്നത്. വ്യർത്ഥമായ വാക്കുകൾ, നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ഒരു സ്ഥിരതയില്ലായ്മ, നമ്മൾ പറഞ്ഞിട്ട് പലപ്പോഴും ആ വാക്കുകളെ പിൻവലിക്കുക. നമുക്ക് എന്താ അതിന് പറയുന്നത്, നമ്മുടെ വാക്കുകൾക്ക് പലപ്പോഴും മറ്റുള്ളവരിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ കഴിവില്ലാത്ത നിലയിൽ നമ്മുടെ വാക്കുകളെ ആൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത നിലയിലിരിക്കുന്നതിനെയാണ് വ്യർത്ഥവാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നീതി അല്ലാത്തതാണ് ഏത്, ഈ വ്യർത്ഥവാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും എന്നുള്ളതാണ്. അപ്പോൾ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഈ വക ഏത് വകയാണ് എന്നറിയണ്ടേ. അപ്പോൾ ആ വക ആരാണെന്ന് ചോദിച്ചാൽ 29 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. 30-ാമത്തെ വാക്യത്തിൽ കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. ഇങ്ങനെ ഒരു ലിസ്റ്റ്. 31-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ. അപ്പോൾ ആരാണ് അനീതി ചെയ്യുന്നവർ എന്ന് ചോദിച്ചാൽ ഇവിടെ വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തുകയാണ് ആരാണ്. അവരെക്കുറിച്ചാണ് മുൻപ് ഞാൻ വായിച്ചത്. അവർ സകല അനീതിയുടെയും ഒരു കേന്ദ്രമാണ്, സകല അനീതിക്കും കൂട്ടു നിൽക്കുന്നവരാണ്. ഏതൊരു അനീതിയെയും ഉയരത്തിൽ കൂടെ പോകുന്നതിനെയൊക്കെ പറന്നു പിടിക്കുന്ന ജനമുണ്ട്. അങ്ങനെ അനീതിയുടെ ഒരു നിലം നമുക്ക് കാണുവാൻ കഴിയുകയാണ്.
എന്നാൽ പ്രിയരെ, ഇങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം വരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ നീതി? ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന ഇടത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു പദം പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ഈ ചെറിയ ചിന്ത അവസാനിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ അടുക്കിലേക്ക് യോർദാൻ നദിയിലേക്ക് വരുന്നു. യോർദാൻ നദിയിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അവനെ വിലക്കുകയാണ്. അവനെ വിലക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനോട് പറഞ്ഞത്, യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകണം എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് തൻ്റെ അപ്പന് കീഴ്വഴങ്ങി തൻ്റെ അപ്പൻ്റെ മുൻപിൽ ഒരു അക്ഷരം പോലും തിരിച്ച് ഉരിയാടാതെ ആ നീതി നിവർത്തിക്കുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീതി എന്ത് ആണെന്ന് ചോദിച്ചാൽ ഒന്നും നാം പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അറിയുകയും ആ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുകയും ആ കർത്താവായ യേശുവിനെ പിൻപറ്റുന്നതും ഒരു നീതിയുള്ള കാര്യമാണ് പ്രിയരെ. അതുകൊണ്ട് കർത്താവ് നീതിയുള്ള ന്യായാധിപതിയായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, താൻ മാത്രം അമർത്തതയുള്ളവനായ ആ കർത്താവ് നമുക്ക് നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. അതുകൊണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ കോപം വരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയിൽ നിലനിൽക്കുന്ന ദൈവ പൈതലെ, നിനക്കൊരു വലിയ പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം നിനക്ക് തരാതെ ഇരിക്കുകയല്ല. ആ പ്രതിഫലം നീ കാംക്ഷിക്കൂ. ആ പ്രതിഫലത്തിനായി ഒരുങ്ങൂ. സകല മുറുകെ പറ്റുന്ന പാപത്തെയും വിട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രഭാതം യാത്ര തിരിക്കൂ. ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.